എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഓം വിശ്വാനി ദേവ സവിതർ ദുരിതാനി പരാസുവ യത് ഭദ്രം തന്ന ആസുവ. ലോകത്ത് ആർക്കെല്ലാം എന്തെല്ലാം ദുരിതമുണ്ടോ അതെല്ലാം ഇല്ലാതായി ഭദ്രമായത് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കഴിഞ്ഞ 2 ദിവസമായി നമ്മൾ ചർച്ച ചെയ്ത സീതയെ കാട്ടിൽ ഉപേക്ഷിച്ചത് ധർമ്മമായോ എന്ന ആ ചിന്തയുടെ ഗൗരവത്തിലേക്ക് കടന്നുകൊണ്ട് മുന്നോട്ട് പോകാനാണ് കരുതുന്നത്. രാമന്റെ സീതാപരിത്യാഗത്തെ സംബന്ധിച്ചാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് നാം ചർച്ച ചെയ്തത് എന്ന് അറിയാമല്ലോ. വളരെ താല്പര്യത്തോടു കൂടിയാണ് പലരും അത് കേൾക്കുന്നത്. ഇന്ന് തുടർന്നത് കേൾക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റുകൾ കാണുന്നുണ്ട്. വാൽമീകി രാമായണത്തിലെ ഉത്തരകാണ്ഡത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്ന രാമന്റെയും ലക്ഷ്മണന്റെയും പ്രസ്താവങ്ങൾ അപഗ്രഥിച്ചു രാമന്റെ തീരുമാനം ജനങ്ങളിൽ ഉണ്ടാക്കുവാൻ സാധ്യതയുള്ള പരിണാമങ്ങളെ അനുമാനിച്ചും സീതാപരിത്യാഗം രാജധർമ്മത്തിന്റെ ദൃഷ്ടിയിൽ സാധൂകരിക്കപ്പെടുന്നതാണോ എന്ന് നാം ഇന്നലെ പരിശോധിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമല്ലോ. രാമായണത്തിന്റെ മറ്റ് ഭാഗങ്ങളോട് എത്രത്തോളം ചേർന്നു പോകുന്നതാണ് സീതാപരിത്യാഗ കഥ എന്നാണ് ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യാൻ പോകുന്നത്. യുദ്ധകാണ്ഡത്തിന്റെ അവസാന ഭാഗത്താണ് സീതയുടെ അഗ്നിപ്രവേശം കടന്നു വരുന്നത്. രാവണനെ വധിച്ച് ലങ്കയിൽ നിന്നും സീതയെ വീണ്ടെടുത്ത രാമൻ സീതയുടെ പരിശുദ്ധിയിൽ സംശയം പ്രകടിപ്പിക്കുകയും തന്റെ പരിശുദ്ധി തെളിയിക്കാൻ സീത അഗ്നിയിൽ പ്രവേശിച്ച് പൊള്ളലേൽക്കാതെ തിരിച്ചു വരുന്നതുമായ ഈ ഒരു കഥാഭാഗം ഏവരും കേട്ടിട്ടുണ്ടാകുമെന്ന് ആണ് ഞാൻ കരുതുന്നത്. ഈ ഒരു അഗ്നിപ്രവേശന കഥയിലെ ധാർമ്മികത എപ്പോഴും ചോദ്യം ചെയ്യപ്പെടാറുള്ള മറ്റൊരു വിവാദ വിഷയമാണ്. അതിലേക്ക് അല്ലെങ്കിൽ അതിന്റെ വിശ്ലേഷണത്തിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി ഒരു അവസരത്തിൽ നമുക്ക് അതിനെക്കുറിച്ച് വിശ്ലേഷണം ചെയ്യാം, മീമാംസ ചെയ്യാം. സീതാപരിത്യാഗത്തിന് മുൻപായി രാമൻ തന്റെ സഹോദരങ്ങളോട് മുൻപ് നടന്ന അഗ്നിപ്രവേശത്തെക്കുറിച്ച് സൂചിപ്പിച്ചതിനാൽ ആ കഥ അതേപടി സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഈ വിഷയത്തിൽ മുന്നോട്ട് പോകേണ്ടതായിട്ട് വരുന്നുമുണ്ട്. ഏതായാലും അഗ്നിപ്രവേശനത്തിന് മുൻപ് സീതയുടെ ചാരിത്രശുദ്ധിയെ ചോദ്യം ചെയ്ത രാമൻ അഗ്നിപ്രവേശനത്തിന് ശേഷം പറഞ്ഞത് തനിക്ക് സീതയുടെ പരിശുദ്ധിയെ സംബന്ധിച്ച് മുൻപേ തന്നെ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല എന്നാണ്. പിന്നെ എന്താണ്? ലോകാനാം പ്രത്യയാർത്ഥം, ലോകരുടെ അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രത്യയത്തിനു വേണ്ടി, പ്രത്യയം എന്നാൽ വിശ്വാസം, തെളിവ്, അറിവ്, ആവശ്യം, വിശദീകരണം എന്നെല്ലാമാണ് അർത്ഥം. അതായത് സീതയുടെ പരിശുദ്ധിയെ സംബന്ധിച്ച് മറ്റുള്ളവരുടെ സംശയം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് താൻ അഗ്നിപ്രവേശനത്തിന് സീതയെ നിർബന്ധിച്ചത് എന്നാണ് രാമൻ തന്നെ പിന്നീട് പറഞ്ഞിട്ടുള്ളത്. 3 ലോകങ്ങളും ആ അഗ്നിപ്രവേശനത്തിന് സാക്ഷിയായി എന്നും അവിടെ പറഞ്ഞിട്ടുണ്ട്. ആ പറച്ചിലിനെ ഒരു അതിശയോക്തിയായി കണ്ടാൽ തന്നെയും സർവ്വലോകരും, പ്രത്യേകിച്ച് അയോധ്യയിലുള്ള ജനങ്ങൾ സീതയുടെ പരിശുദ്ധിയെക്കുറിച്ച് അറിയണം എന്നുള്ള രാമന്റെ ഉദ്ദേശ്യത്തിൽ നടന്ന അഗ്നിപ്രവേശത്തെക്കുറിച്ച് അയോധ്യയിലെ ജനങ്ങൾ അറിഞ്ഞില്ല എന്ന് കരുതാൻ നമുക്ക് സാധിക്കുമോ? ഭദ്രൻ രാമനെ അറിയിച്ച ജനസംസാരത്തിൽ സേതു ബന്ധനവും രാവണവധവും വാനര സഖ്യവും എല്ലാം ഉൾക്കൊണ്ടിരുന്നു. എന്നാൽ ജനങ്ങളിൽ പ്രചരിക്കണം എന്ന ഉദ്ദേശ്യത്തിൽ മാത്രം നടത്തപ്പെട്ട അഗ്നിപ്രവേശനം എന്ന കാര്യത്തെക്കുറിച്ച് അയോധ്യയിലെ ജനങ്ങൾ എന്തുകൊണ്ട് അറിഞ്ഞില്ല? തിരികെ എത്തിയിട്ട് രാജപദവിയെ കൈക്കൊണ്ട രാമൻ തന്റെ രാജാധികാരം ഉപയോഗിച്ച് സീതയുടെ പരിശുദ്ധി തെളിയിക്കപ്പെട്ട അഗ്നിപ്രവേശത്തെക്കുറിച്ച് ജനങ്ങളിൽ പ്രചരിപ്പിക്കാൻ വേണ്ട നടപടികൾ ചെയ്തിട്ടില്ലേ? അല്ലെങ്കിൽ എന്തുകൊണ്ട് ചെയ്തില്ല? ഇത്തരം ചോദ്യങ്ങളെല്ലാം സീതാപരിത്യാഗ കഥയെ അപഗ്രഥിക്കുമ്പോൾ നമുക്ക് ചോദിക്കേണ്ടതായിട്ട് വരികയും ചെയ്യും. സീതയുടെ അഗ്നിപ്രവേശത്തിന് ശേഷം രാമൻ പറഞ്ഞത് അനന്യാ ഹി മയാ സീത ഭാസ്കരേണ പ്രഭായഥ എന്നാണ്. അതായത് സൂര്യന് അതിന്റെ പ്രഭയുള്ളതുപോലെ സീത തന്നിൽ നിന്ന് ഒരിക്കലും വേർപെടുന്നില്ല എന്നർത്ഥം. ഇത് സംബന്ധിച്ച രാമന്റെ മറ്റൊരു പ്രസ്താവം കൂടി നമുക്ക് പരിശോധിക്കാവുന്നതാണ്. വിശുദ്ധ ത്രിഷു ലോകേഷു മൈഥിലി ജനകാത്മജ നഹി ഹാതുമിയം ശക്യ കീർത്തി ആത്മവതാ യഥാ. ഈ ശ്ലോകത്തിന്റെ അർത്ഥം ഇങ്ങനെയാണ്. അതായത് നമ്മൾ ആ ശ്ലോകം അർത്ഥം എടുത്ത് നോക്കുമ്പോൾ
മൂന്ന് ലോകങ്ങളിലും പരിശുദ്ധയായ ഈ ജനകാത്മജയായ മൈഥിലി സത്പുരുഷനാൽ കീർത്തി എന്ന പോലെ ഉപേക്ഷിക്കപ്പെടാൻ കഴിയുന്നവളല്ല. അതായത് സത്കർമ്മങ്ങൾ ചെയ്യുന്ന ഒരുവന് കീർത്തി എല്ലായ്പ്പോഴും കൂടെ ഉണ്ടാകും. അതേപോലെ സീത എന്നും തന്നോടൊപ്പം ഉണ്ടാകുക തന്നെ ചെയ്യും. സർവ്വലോകങ്ങളിലും വെച്ച് ഏറ്റവും പരിശുദ്ധയായ സീതയെ താൻ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്നാണ് രാമന്റെ പ്രതിജ്ഞ. ഇങ്ങനെ പ്രതിജ്ഞ ചെയ്ത രാമൻ തന്റേതോ സീതയുടേതോ അല്ലാത്ത കേവലം ഒരു രാക്ഷസന്റേതായ അധർമ്മ പ്രവൃത്തി കൊണ്ട് തന്റെ കീർത്തിക്ക് കോട്ടം തട്ടുമെന്നും അതിനാൽ സീതയെ ഉപേക്ഷിച്ച് കളയാമെന്നും ചിന്തിച്ചുവെങ്കിൽ ഇതിലും വലിയ ഒരു വിരോധാഭാസം രാമായണത്തിൽ നമുക്ക് കാണാൻ സാധിക്കുമോ? ഇനി തന്റെ കീർത്തിക്ക് വേണ്ടിയല്ല, രാജ്യത്തിനു വേണ്ടിയാണ് രാമൻ അത് ചെയ്തത് എന്ന ആ പഴയ വാദം ഒന്നുകൂടി പൊടിതട്ടിയെടുക്കുകയാണെങ്കിൽ അവിടെ മറ്റൊരു വിരോധാഭാസം കൂടി കടന്നു വരുന്നുണ്ട്. ദശരഥന്റെ മരണത്തിന് ശേഷം രാമനെ തിരിച്ചു വിളിക്കാനായി ചിത്രകൂടത്തിലെത്തിയ ഭരതൻ രാമനോട് പറയുന്നത് സർവ്വജനങ്ങളും മാതാക്കളും മന്ത്രിമാരും എല്ലാം അങ്ങയെ രാജാവായി കാണാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. അപ്പോൾ രാമൻ തിരിച്ചു പറയുന്ന മറുപടി എന്താണ്? ഭരത, കുലീനനും സത്വസമ്പന്നനും തേജസ്വിയും ധർമ്മമാർഗനിരതനുമായ നിന്നെപ്പോലുള്ള ഒരുവൻ രാജ്യത്തിന്റെ നന്മയെ കരുതി എങ്ങനെയാണ് പാപം ചെയ്യുക? രാജ്യഹേതോഹോ കഥം പാപം ആചരേത് എന്നാണ് ആ പ്രസ്താവം പറയുന്നത്. അതായത് അച്ഛൻ മരിച്ച ശേഷം അദ്ദേഹത്തിന്റെ ശപഥത്തെ പൂർത്തീകരിക്കാതെ രാജ്യത്തിന്റെ നന്മയെ കരുതി താൻ അയോധ്യയിലേക്ക് തിരിച്ചു വരണമെന്നാണെങ്കിൽ അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പാപമാണ് എന്നാണ് രാമൻ ഭരതനോട് പറഞ്ഞത്. അതേ രാമൻ രാജ്യത്തിന്റെ നന്മയെ കരുതി എല്ലാം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് തന്നോടൊപ്പം ഇറങ്ങി വന്നവളും പരിശുദ്ധയും ഗർഭിണിയുമായ സീതയെ കാട്ടിൽ ഉപേക്ഷിക്കാൻ തയ്യാറായെങ്കിൽ അത് മറ്റൊരു വിരോധാഭാസമല്ലേ? സീതയുടെ കാര്യം മാത്രമല്ല നാം ഇവിടെ ചിന്തിക്കേണ്ടത്. സീതയുടെ വയറ്റിൽ കഴിയുന്ന കുഞ്ഞുങ്ങൾ നാളത്തെ രാജ്യാവകാശികളായിരിക്കുമല്ലോ. രാമന് ശേഷം ജനനന്മയ്ക്ക് വേണ്ടി രാജ്യം ഭരിക്കേണ്ട രാജാവിനെയും ചേർത്തല്ലേ രാമൻ കാട്ടിൽ തള്ളിയത് എന്ന് വരും. അതും രാജ്യനന്മയ്ക്ക് വേണ്ടിയാണെന്ന് കരുതാൻ നമുക്ക് സാധിക്കുമോ? ഇല്ല തന്നെ. അച്ഛന്റെ ശപഥത്തിനു വേണ്ടി രാജ്യം ഭരതനെ ഏൽപ്പിച്ച് പിൻവാങ്ങിയ രാമന് ഇതിനേക്കാൾ നല്ലത് തന്റെ അർദ്ധാംഗിനിയായ ധർമ്മപത്നിക്ക് വേണ്ടി രാജ്യം ഭരതനെ ഒരിക്കൽ കൂടി ഏൽപ്പിച്ച് പിൻവാങ്ങുകയായിരുന്നില്ലേ? 14 വർഷം ഭരിച്ച് കഴിവ് തെളിയിച്ചവനും മഹാത്യാഗിയും ധർമ്മിഷ്ഠനുമാണ് ഭരതൻ. ഇനി അതുമല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ തന്റെ വിശ്വസ്തനായ ലക്ഷ്മണനെ രാജാവാക്കിയിട്ട് അദ്ദേഹത്തിന് വേണ്ട ഉപദേശങ്ങൾ കൊടുത്ത് മുന്നോട്ട് പോകാമായിരുന്നില്ലേ? രാജ്യത്തിന്റെ നന്മയാണ് ലക്ഷ്യമെങ്കിൽ ഇതൊക്കെ നമുക്ക് ചെയ്യാമായിരുന്നുവല്ലോ. ഇനി ഇതിനേക്കാളെല്ലാം ലളിതമായ അഗ്നിപ്രവേശം എന്ന ഒരു വഴി രാമന് തന്നെ അറിയാമായിരുന്നുവല്ലോ. അതായത് ലങ്കയിൽ വെച്ച് ചെയ്തതുപോലെ അയോധ്യയിൽ വെച്ചും ഒരു അഗ്നിപ്രവേശം ചെയ്തു കഴിഞ്ഞാൽ സീതയോട് അങ്ങനെയൊന്ന് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാൽ അതായിരുന്നല്ലോ കാട്ടിൽ ഉപേക്ഷിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലത്. അഗ്നിക്ക് സീതയെ പൊള്ളലേൽപ്പിക്കാൻ കഴിയില്ല എന്ന കാര്യം രാമന് അറിയാവുന്നതുമാണ്. എങ്കിൽ അതിലൂടെ ഒരിക്കൽ കൂടി സീതയുടെ അഗ്നിശുദ്ധി തെളിയിക്കാമായിരുന്നുവല്ലോ. അഗ്നിപ്രവേശമൊക്കെ ഒരിക്കലേ സാധ്യമാകൂ എന്നാണ് എങ്കിൽ ശ്രീരാമന്റെ കാഴ്ചപ്പാട് അങ്ങനെയല്ല. കാരണം ഉത്തരകാണ്ഡത്തിന്റെ അന്തിമ ഭാഗത്ത് തന്നെ വാൽമീകിയുടെ ആശ്രമത്തിൽ കഴിഞ്ഞിരുന്ന സീതയോട് വളരെയധികം വർഷങ്ങൾക്ക് ശേഷം ഒരിക്കൽ കൂടി അഗ്നിപ്രവേശം ചെയ്യുവാൻ രാമൻ ആവശ്യപ്പെടുന്ന കഥയെക്കുറിച്ചും ഈ കാണ്ഡത്തിൽ തന്നെ വിവരിക്കുന്നുണ്ട്. ആ ആവശ്യം ഇപ്പോൾ തന്നെ ഉന്നയിച്ചിരുന്നുവെങ്കിൽ സീതയെ കാട്ടിൽ ഉപേക്ഷിക്കാതെ തന്നെ പ്രശ്നത്തെ പരിഹരിക്കാൻ രാമന് കഴിയുമായിരുന്നുവല്ലോ. വേദാംഗ തത്വജ്ഞൻ എന്ന് വാൽമീകി തന്നെ വാഴ്ത്തിയ ശ്രീരാമന് ഈ ഒരു ചെറിയ കാര്യം പോലും അറിയുമായിരുന്നില്ലേ എന്ന് നമ്മൾ സംശയിച്ചു പോവില്ലേ? അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് കഴിയാൻ സാധിക്കുമോ? ഇല്ല. അങ്ങനെ അതെല്ലാം അറിയുന്നയാൾ തന്നെയാണ് രാമൻ. ഇനി നാം കഴിഞ്ഞ ദിവസങ്ങളിലെ രാമായണ ചിന്തയിൽ ചർച്ച ചെയ്ത 2 സന്ദർഭങ്ങൾ ഒന്നുകൂടി ഓർത്തു നോക്കുക. ഒന്ന്, രാമന്റെ വിലാപത്തെക്കുറിച്ച് വർണ്ണിച്ചപ്പോൾ സീതയെ പിരിയേണ്ടി വന്നാൽ താൻ ജീവിതം തന്നെ ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞ രാമനെ നാം കണ്ടതാണ്, മറക്കരുത്. രണ്ടാമതായി ശരത് ഋതുവർണ്ണനയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ സീതയെ കാണാതെയുള്ള ശോകത്താൽ പ്രസ്രവണ പർവ്വതത്തിൽ കഴിയവേ തനിക്ക് 4 മാസങ്ങൾ 100 വർഷങ്ങൾ പോലെ തോന്നി എന്ന് പറഞ്ഞ രാമനെയും നാം കണ്ടത് വിസ്മരിക്കാൻ പാടില്ല. ഈ 2 കാര്യങ്ങൾ പറഞ്ഞ അതേ രാമന് സീതയെ ഉപേക്ഷിച്ച ദുഃഖം 4 ദിവസങ്ങളാണ് നീണ്ടുനിന്നത് എന്നാണ് ഉത്തരകാണ്ഡത്തിൽ രാമൻ തന്നെ പറഞ്ഞിരിക്കുന്നത്.
നോക്കൂ, വാൽമീകി സത്യവാക്ക്, അതായത് സത്യം മാത്രം പറയുന്നവൻ എന്നും ന ദ്യുധാ ഭാഷതേ, അതായത് രണ്ട് രീതിയിലുള്ള വർത്തമാനം പറയാത്തവനെന്നും പറഞ്ഞ അതേ രാമൻ തന്നെയാണോ, ആ രാമനെ തന്നെയാണോ നമ്മൾ ഈ ഉത്തരകാണ്ഡത്തിൽ കാണുന്നത് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. രാമന്റെ കാര്യത്തിൽ മാത്രമല്ല ഈ ഒരു മാറ്റം നാം കാണുന്നത്. കൈകേയിയുടെ കാരണത്താൽ യുവാവായ രാമൻ വനവാസം സ്വയം തെരഞ്ഞെടുത്തപ്പോൾ അതിൽ ധാർമ്മിക രോഷം പ്രകടിപ്പിച്ച ലക്ഷ്മണനും ഭരതനും രാമൻ ഗർഭിണിയായ സീതയുടെ മേൽ വനവാസം അടിച്ചേൽപ്പിച്ചപ്പോൾ അവിടെ ധാർമ്മിക രോഷം കാണിക്കാതെ ആജ്ഞാനുവർത്തികളായി മാറുന്ന കാഴ്ച നമുക്ക് ഉത്തരകാണ്ഡത്തിൽ കാണാൻ സാധിക്കുന്നുമുണ്ട്. അപ്പൊ ആകെ ഒരു വ്യത്യാസം, ഉത്തരകാണ്ഡത്തിന് മുമ്പുള്ള വാൽമീകിയുടെ രചനയിൽ നിന്നും ഉത്തരകാണ്ഡത്തിലേക്ക് എത്തുമ്പോൾ പലതരത്തിലുള്ള വൈവിധ്യങ്ങള്, വിരോധാഭാസങ്ങളൊക്കെ നമ്മൾ കണ്ടുവരുന്നു. ദണ്ഡകാരണ്യത്തിൽ വെച്ച് രാമന്റെ പ്രവൃത്തിയിലെ ധർമ്മത്തെ ചോദ്യം ചെയ്യാൻ ധൈര്യം കാട്ടിയ അതേ സീത തന്നെ രാമൻ ഉപേക്ഷിച്ച കാര്യം ലക്ഷ്മണനിൽ നിന്ന് അറിഞ്ഞപ്പോൾ എല്ലാം തന്റെ പൂർവ്വജന്മ പാപത്തിന്റെ ഫലമായിരിക്കുമെന്ന് പറഞ്ഞ് ആശ്വസിക്കുന്ന കാഴ്ചയും ഉത്തരകാണ്ഡത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എങ്ങനെയാണ് ഈ പ്രഹേളികൾക്കെല്ലാം നമുക്ക് സമാധാനം കാണാൻ കഴിയുക എന്ന് നമ്മൾ പരിശോധിക്കണം. നമുക്കിതിനൊരൊറ്റ വാക്കിൽ ഉത്തരമുണ്ട്. ഉത്തരം എന്താണെന്ന് വെച്ചാല് ഉത്തരകാണ്ഡം വാസ്തവത്തിൽ വാൽമീകിയുടെ രചനയാണോ? അതായത് സീതയെ ഉപേക്ഷിക്കുന്ന കഥ കടന്നു വരുന്ന ഉത്തരകാണ്ഡം എന്ന് പേരായ 7-ാം കാണ്ഡം പിൽക്കാലത്ത് മറ്റേതോ വ്യക്തിയാൽ എഴുതപ്പെട്ട് പിന്നീട് വാൽമീകി രാമായണത്തോട് ചേർക്കപ്പെട്ടതല്ലേ? ലങ്കയിൽ നിന്ന് അയോധ്യയിൽ തിരിച്ചെത്തി രാമൻ പട്ടാഭിഷേകം ചെയ്ത് രാജ്യം ഭരിക്കുവാൻ ആരംഭിക്കുന്നതോടെ വാൽമീകിയുടെ രാമായണ കഥയ്ക്ക് തിരശ്ശീല വീഴുകയാണ് യഥാർത്ഥത്തിൽ. പിന്നീടുണ്ടായ കഥകളെല്ലാം വാൽമീകിക്ക് പോലും ഒരുപക്ഷെ അറിയാത്തതും കപോലകൽപ്പിതവുമാണ് എന്നായിരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ഉത്തരകാണ്ഡം വാൽമീകി രാമായണത്തിന്റെ ഭാഗമല്ല എന്നത് സംബന്ധിച്ച് കൂടുതൽ തെളിവുകൾ അടുത്ത ദിവസം നാം ചർച്ചയ്ക്ക് എടുക്കുന്നതായിരിക്കും. വാൽമീകിയുടെ രാമൻ ധർമ്മമൂർത്തി തന്നെയാണെന്നും സീതാ പരിത്യാഗം എന്ന കപോലകൽപ്പിത കഥ രാമന്റെ ധർമ്മനിഷ്ഠയ്ക്ക് അപവാദമാകില്ല എന്നുമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ അവസരത്തിൽ മനസ്സിലാക്കേണ്ടത്, മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത്. അല്ലാതെ രാമായണം മുഴുവൻ വായിച്ച് പഠിക്കുന്ന സമയത്ത് ശ്രീരാമനെ പോലെ ധർമ്മനിഷ്ഠനായ സത്യവാക്കായ 2 വാക്കുകൾ പറയാത്ത ഒരു അസാധാരണനായ നമ്മുടെ സംസ്കാരത്തിന്റെ പ്രതീകം ഒരിക്കലും അത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്തിരിക്കാൻ ഇടയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടി വരുന്നത്. ഏതായാലും ഈ വിഷയത്തെ സംബന്ധിച്ചെല്ലാം നാളെയും നമുക്ക് ചർച്ചയ്ക്ക് എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പരമാവധി വാൽമീകി രാമായണ ചിന്ത ആളുകളിലേക്ക് എത്തിക്കാൻ നമ്മൾ പരിശ്രമിക്കണമെന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഇന്ന് ഞാനിവിടെ ഉപസംഹരിക്കുകയാണ്. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഓം.